അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? നല്ല സന്തോഷത്തിൽ എല്ലാവരും ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുടനീളം നല്ല ഐശ്വര്യങ്ങൾ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യമാണ്. 18 തരം ആളുകളിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ആ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. 18 തരം ആളുകളിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. അതിൽ ഒന്നാണ് വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യാത്ത മക്കൾ. അങ്ങനെയുള്ള മക്കൾക്ക് ദാരിദ്ര്യം ഉറപ്പായിട്ടും ഉണ്ടാകും. മറ്റൊന്നാണ് വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന മക്കൾ. അവർക്കും ദാരിദ്ര്യം ഉണ്ടാകും. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ നിന്നും ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ ഒരു കാരണമുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ചിലന്തി വല തട്ടാത്ത വീടുകൾ. ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് ഹബീബിന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പാത്രം കഴുകാതെ ഉറങ്ങുന്ന വീടുകൾ. ആ വീടുകളിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാണ്. എത്ര വയ്യെങ്കിലും ശരി, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പാത്രം കഴുകി വൃത്തിയാക്കി ബിസ്മി ചൊല്ലി കമഴ്ത്തി അടച്ചു വെക്കുക. ആ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന മറ്റൊരു കാരണമാണ് രാത്രി കാലങ്ങളിൽ ചൂലെടുത്ത് അടിച്ചു വാരുന്ന വീടുകൾ. ആ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഹബീബിന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ കൂടെ നടക്കുക, അവരെ ബഹുമാനിക്കാതിരിക്കുക. ബാപ്പയും ഉമ്മയും നടന്നു വരുമ്പോൾ നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇരിക്കുകയാണെങ്കിൽ അവരെ ബഹുമാനിച്ച് എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അവിടെയും ദാരിദ്ര്യം ഉണ്ടാകും. അവർ വരുമ്പോൾ എഴുന്നേറ്റെന്നും പറഞ്ഞ് നമുക്ക് ഒന്നും വരാനില്ല. നമ്മുടെ മക്കളെ വളരെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള മക്കൾക്കും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഹബീബിന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇല്ലാതാവും, പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. ഇത് ഒട്ടുമിക്കവർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാം. ദാരിദ്ര്യത്തിൻ്റെ എല്ലാ വഴികളെ തൊട്ടും നമ്മളെ അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.